നമ്മളൊക്കെയും അടയാളങ്ങളും അത്ഭുതങ്ങളും അന്വേഷിക്കുന്നവരാണ്. ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുമ്പോൾ കൂടുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ആഗ്രഹം തോന്നും. അത് മനുഷ്യ സഹജമായ ഒന്നാണ്. സ്നേഹമുള്ളവരെ, അതിനേക്കാളൊക്കെ അപ്പുറത്താണ്, അടയാളങ്ങളെക്കാളും അത്ഭുതങ്ങളെക്കാളൊക്കെ അപ്പുറത്ത് ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ ഒരു അത്ഭുതം നടക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള അത്ഭുതമെന്നാണ് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ദൈവം നമ്മെ താങ്ങി തുടയ്ക്കും. യോനായുടെ അടയാളം എന്ന് പറയുന്ന, യോന നമുക്കറിയാം, രാവും പകലും കടലിലൂടെ ഒഴുകി നടന്നു. പക്ഷെ ദൈവം വളരെ കൃത്യമായി അവനെ സംരക്ഷിച്ചു. അപ്പോൾ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടെങ്കിൽ തന്നെയും തമ്പുരാനിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സമയത്ത് എല്ലാം നന്മയ്ക്കായി നിറവേറ്റിത്തരും. ഈ ഒരു ബോധ്യവും ഈ ഒരു വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ നയിക്കേണ്ടത്. അടയാളങ്ങളും അത്ഭുതങ്ങളും താനെ വന്നുകൊള്ളും.